ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് ദോശ. അത് നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ബൗളിനകത്ത് 1 കപ്പ് ഓട്സ് എടുക്കാം. അതിനകത്തോട്ട് 1 കപ്പ് വെള്ളം മൂടിയിട്ട് നമുക്ക് നല്ലോണം ഇളക്കി അരമണിക്കൂറത്തേക്ക് ഇതൊന്ന് അടിച്ച് വെക്കണം. താക്കി നമ്മുടെ ഓട്സ് നല്ലോണം ഒന്ന് സോക്കാക്കി കിട്ടാൻ വേണ്ടിയാണ്. സോ ഇത് നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒരു അടുപ്പ് വെച്ച് അടിച്ച് അരമണിക്കൂറത്തേക്കൊന്ന് മാറ്റി വെക്കാം. സോ ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. ഓട്സൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. ഇത്രയും മതി. ഇത് നമുക്കൊരു ജാറിനകത്തോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഞാൻ ഓട്സ് അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഹാഫ് ഓണിയൻ, ഒരു ഓണിയൻ അല്ല ഹാഫ് മാത്രം എടുത്താൽ മതി, അതിട്ട് കൊടുക്കാം. ഒരു ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. എല്ലാം റഫ്ലി ചോപ്പ് ചെയ്താൽ മതി. നമ്മളിതിൻ്റെ ഗ്രൈൻഡ് ചെയ്ത് ബാറ്റർ ഉണ്ടാക്കാൻ പോവാം. അതിനകത്തോട്ട് 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്, ജീരകം, ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എത്ര എരിവ വേണ്ട അതനുസരിച്ച് നമുക്ക് ചില്ലി പൗഡർ ഇടാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടേക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊരു സ്മൂത്ത് ബാറ്ററായിട്ട് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. സോ നിങ്ങൾക്ക് കാണാം ഈ ഒരു കൺസിസ്റ്റൻസി വേണം. ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കാം. മലയാള ഇത് ഓപ്ഷനല്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇട്ടാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു തവ ചൂടാകാൻ വേണ്ടി വെക്കണം. സോ ഞാൻ ഓൾറെഡി ഒരു തവ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം ഇപ്പോൾ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലായിരിക്കണം. ഈ ഒരു ദോശ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്കത് തിരിച്ചിടുമ്പോൾ അത് ബ്രേക്ക് ആവാതിരിക്കത്തുള്ളൂ. താരൻ നല്ലോണം ക്രിസ്പായതിനു ശേഷം മാത്രമേ നമ്മളിത് തിരിച്ചിടാവുള്ളൂ. അതും ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം. താരൻ നല്ല ക്രിസ്പ് ആവാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി എണ്ണയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഓപ്ഷനല്ല. അപ്പോൾ എൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സോ ഞാനിവിടെ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ നമുക്ക് അടുത്ത സൈഡ് മോഡ് ഒന്ന് വേവിച്ചെടുക്കണം. സോ ഈ ഒരു ദോശ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.